നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിലെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകൾ നിർണയിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളുടെ നിർണയം നടത്തിയപ്പോൾ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പിഴവ് ചൂണ്ടിക്കാട്ടി വീഡിയോ ചെയ്തിരുന്നു. അതോടുകൂടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇത് സംബന്ധിച്ച സംശയവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ബന്ധപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പലരും അന്വേഷിച്ചത്. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ തീരുമാനം ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് സംവരണ വാർഡുകൾ നിർണയിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ പിഴവ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനന്തര നടപടികൾ ആരംഭിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ പാറക്കടവ്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ചില ഡിവിഷനുകളിൽ തുടർച്ചയായി വനിതാ സംവരണ വാർഡുകൾ ആവുകയും അതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിധം തുടർച്ചയായി ജനറൽ വാർഡുകളിലും ഉൾപ്പെടുകയും ചെയ്തതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയത്. എന്നാൽ എന്തെങ്കിലും മനഃപൂർവമായ പിഴവ് കൊണ്ടല്ല ഇത് സംഭവിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ കളക്ടർക്ക് ഈ സോഫ്റ്റ്വെയറിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ സംബന്ധിച്ച പിഴവ് സംഭവിച്ചാൽ അത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുഴുവൻ ഡിവിഷനുകളിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ കളക്ടർക്ക് വിവരങ്ങൾ സമർപ്പിച്ചപ്പോ ഉദ്യോഗസ്ഥന് സംഭവിച്ച ചെറിയ പിഴവ് കൊണ്ടാണ് ഈ രീതിയിൽ അപാകത സംഭവിക്കാൻ ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്നത് 2 ബ്ലോക്ക് പഞ്ചായത്തിലെയും സെക്രട്ടറിമാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഒരുപക്ഷെ സെക്രട്ടറിമാർ ഈ കാര്യത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ടാകില്ല. എങ്കിലും ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇപ്പോൾ സെക്രട്ടറിമാരാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഇത് സംബന്ധിച്ച ഉത്തരവിൽ സെക്രട്ടറിമാർക്കെതിരെ നടപടി വേണമെന്നും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പിഴവ് അത് കരുതിക്കൂട്ടിയല്ല എന്നും സാധാരണഗതിയിൽ മാനുഷികമായ പിഴവ് കൊണ്ട് സംഭവിച്ച ഒന്നാണ് എന്നും നേരത്തെ തന്നെ കളക്ടറുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ഈ പിഴവ് തിരുത്തി വീണ്ടും പട്ടിക സമർപ്പിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടത്തും. ഇത് എന്ന് നടത്തും എന്നുള്ളതിന്റെ തീയതി ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാമെന്നും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീണ്ടും സംവരണ വാർഡുകൾ നിശ്ചയിക്കുമ്പോൾ തുടർച്ചയായി ജനറൽ വാർഡിൽ ഉൾപ്പെട്ട വാർഡ് വനിതാ വാർഡായി മാറും. തുടർച്ചയായി വനിതാ വാർഡിൽ വന്നിരിക്കുന്ന ഡിവിഷൻ അത് ജനറൽ വാർഡായും പരിഗണിക്കപ്പെടും. ഇതിനുശേഷം ഈ വനിതാ ഡിവിഷനുകൾ പുതിയതായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള വനിതാ ഡിവിഷനുകളിൽ നിന്നും നറുക്കിട്ടാണ് വനിതാ പട്ടികജാതി സംവരണം തീരുമാനിക്കുന്നത്. അതിനുശേഷം പുതുതായി തെരഞ്ഞെടുത്ത ജനറൽ വാർഡുകൾ നറുക്കിട്ട് ജനറൽ SC വാർഡുകളും തീരുമാനിക്കപ്പെടും. ഇതാണ് ഇനി ചെയ്യുന്ന അടുത്ത നടപടി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഇതിനു വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് നടന്നേക്കും. അതിന് ശേഷമായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ സംവരണ പട്ടിക തീരുമാനിക്കുക. 50% അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടും. അതിൽ നിന്നും പട്ടികജാതി പട്ടിക വർഗ വനിതകൾക്കും പ്രത്യേകമായ സംവരണം ഉണ്ടാകും. ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അധ്യക്ഷന്മാരിൽ നിന്നും പട്ടികജാതി പട്ടിക വർഗ ജനറൽ സംവരണവും തെരഞ്ഞെടുക്കപ്പെടും. ഇതിനുശേഷം നവംബർ 5-ാം തീയതി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.